ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഫാനിന് നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഈ വീഡിയോ ഞങ്ങൾ ഇടുന്നത് 2-3 വീഡിയോ വേറെ കണ്ടിട്ട് അതിനെ ബേസാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫാനിൻ്റെ റെഗുലേറ്ററിന് കണക്ഷൻ കൊടുക്കുന്നത് ഒരു സ്വിച്ച്, 1 വേ സ്വിച്ച് വെച്ചിട്ട് ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ ഒരു വയർ അകത്തെ കൊടുത്ത് ഒരു വയർ നമ്മൾ ഫാനിന് കൊടുത്താണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുത്താണ് വിടുന്നത്. ഈ ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത് ഫാനിന് റെഗുലേറ്ററിന് സപ്ലൈ കൊടുത്തിട്ട് ഫാനിൻ്റെ റെഗുലേറ്ററിന് സപ്ലൈ കൊടുത്തിട്ട് അവർ സ്വിച്ചിലോട്ട് കൊടുക്കുന്നു. അന്നേരം ആ ജോയിൻ്റ് ഒഴിവാക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഒരിക്കലും ആ ജോയിൻ്റ് ഒഴിവാക്കിയ രീതി നമ്മൾ കണക്ഷൻ കൊടുക്കരുത്. ഒരിക്കലും ഫാനിൻ്റെ റെഗുലേറ്ററിന് സപ്ലൈ ഡയറക്റ്റ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കപ്പാസിറ്ററുകളെല്ലാം പതുക്കെ ചൂടായി അതിന് കംപ്ലൈൻറ്റ് വരാം. അല്ല ചിലപ്പോൾ അത് ബ്ലാസ്റ്റായിട്ട് തീപിടുത്തങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കരുത്. നമ്മൾ സ്വിച്ചിൽ നിന്ന് ഓൺ ഓഫ് മുകൾ വശത്ത് ഇതിൻ്റെ ഫാനിൻ്റെ റെഗുലേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് അങ്ങനെ ഫാനിന് ആ റെഗുലേറ്ററിന് മറ്റേ വയർ അങ്ങനെ കൊടുത്തേ ചെയ്യാവൂ. നമുക്ക് അത് ടേപ്പ് അടിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ടറുകൾ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ കണക്ടറുകൾ, പല രീതിയിലുള്ള കണക്ടർ